വരം ഞാൻ ഇച്ചിരി മീനും ചാറും കൂടെ എടുക്കട്ടെ. അത്ര കോട്ടയം രീതിയിൽ കോട്ടയം സ്റ്റൈലിൽ ഒരു മീൻകറി ഉണ്ടാക്കാം. എൻ്റെ നാട് കോട്ടയമാണ്, കൈമാണിയുടെ നാട്. അന്നേരം ഞാനൊരു മീൻകറി കോട്ടയം സ്റ്റൈലിൽ ഇട്ടില്ലെങ്കിൽ മോശമല്ലേ യൂട്യൂബിനകത്ത്. അന്നേരം നമുക്കൊരു മീൻകറി ഉണ്ടാക്കാം. പിന്നെ കല്യാണ മീൻകറി എന്ന് പറയാം ഇങ്ങോട്ടൊക്കെ, അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കുന്നത് എന്തുമായിക്കോട്ടെ. ഇത്രയും നല്ല രുചിയിൽ ഒരു മീൻകറി നിങ്ങൾ കഴിച്ചിട്ടില്ല. നമുക്ക് തുടങ്ങാം. ഗ്യാസ് കത്തിച്ചു, ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചു. ഈ ചീനിച്ചട്ടി വെക്കുമ്പോഴേ എല്ലാവരും ചോദിക്കും അലുമിനിയം പാത്രത്തിലാണ്. അലുമിനിയം പാത്രത്തിലല്ല കേട്ടോ, അരപ്പല്ല, അലുമിനിയം പാത്രത്തിൽ ഗ്യാസിലാണ് ഞാൻ വെക്കുന്നത്. കാരണം ഗ്യാസ് ഉപയോഗിക്കുവാണെങ്കിൽ ചട്ടി വിള്ളൽ വരികയല്ല ചട്ടി. അതുകൊണ്ട് ഞാൻ അരപ്പ് മാത്രം ഗ്യാസിൽ ഉപയോഗിക്കും. അന്നേരം നമുക്ക് മീൻകറി തുടങ്ങാം. അന്നേരം നമുക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് വെളിച്ചെണ്ണ വേണേ. വെളിച്ചെണ്ണയ്ക്കകത്താണ് മീൻകറി, ഇറച്ചി ഒക്കെ വെക്കണ്ടേ. വേറെ ഏത് ഓയിലാണെങ്കിലും ശരിയാകുമല്ലോ കേട്ടോ. നമുക്ക് അത് കഴിഞ്ഞ് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടട്ടെ. കടുകെല്ലാം പൊട്ടി. അന്നേരം നമുക്ക് ഉലുവായിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഗ്യാസേ വെക്കുന്നതിന്റെ കാരണം എന്താണോ, നമുക്ക് എപ്പോൾ വേണേലും തീ കൂട്ടിയും കുറച്ചും വെക്കാം, കരിയാതെ ഇരിക്കും. അത് കഴിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഈ മീൻകറി വെച്ച് വെച്ചാൽ പെട്ടെന്ന് കേടാകുകയല്ല കേട്ടോ. 3-4 ദിവസത്തേക്ക് ഇരിക്കും. പക്ഷെ രാവിലെ ഒന്ന് തിളപ്പിക്കണം. അങ്ങനെ 4 ദിവസം വരെ ഇരിക്കും. ഇത് കൊച്ചുള്ളി ഒരു 15 പൊടിയായിട്ട് അരിഞ്ഞത്, അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിയാണ്. മീൻകറിക്ക് ഒരു കാര്യമുണ്ട്, എല്ലാം കൂടെ മൂത്തുണങ്ങി അതിന്റെ ചൊവയൊന്നും മാറിപ്പോകണ്ട. ഒന്ന് വഴന്ന് വന്നാൽ മതി. അല്ലെങ്കിൽ അതിന്റെ ചൊവയെല്ലാം അങ്ങ് മാറിപ്പോയിട്ട് ആ രുചിയെല്ലാം പോകും. അതുകൊണ്ട് ഒന്ന് ചുമന്ന് വന്നാൽ മതി. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കരിയാപ്പല. എല്ലാം വഴന്നിട്ടുണ്ട്. ഇത്രയും മൂപ്പ് മതി, ഒത്തിരി മൂപ്പ് വേണ്ട. ഇനി നമ്മുടെ മുളക് പൊടി ഒരു 1/2 കിലോ മീനാണ് ഞാൻ എടുത്തത്. അന്നേരം ഒരു 2.5 സ്പൂണ് മുളക് പൊടി, 2.5 അത് മതി. ഇനി മല്ലിപ്പൊടി, അത് 1/2 സ്പൂണ് മതി. മല്ലിപ്പൊടി ഒരുപാട് ഇട്ടാല് മീൻകറി വളിച്ചു പോകും. അതുകൊണ്ട് 1/2 സ്പൂൺ മതി. ഇനി മഞ്ഞളുപൊടി ഒരു 1/4 സ്പൂണ് മതിയേ. ഇനി നമ്മള് ഇത് കൊടംപുളി തിളപ്പിച്ച വെള്ളം, ഒരു 5 കഷ്ണം കൊടംപുളി തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ പുളി അനുസരിച്ച് കൂടുതൽ വേണം, നിങ്ങൾ കൂടുതൽ എടുത്തോണം. ഞാൻ 5 കഷ്ണം പുളി ഇവിടെ എടുത്തു. അന്നേരം ഞാനിത് ഒഴിച്ചു കൊടുക്കാം. ഇത് കൊടംപുളി അരിച്ചെടുത്തതാണ്. ഇത് നമ്മുടെ അരപ്പ് റെഡി. ഇതുണ്ടോ, കൊടംപുളി അരിച്ചെടുത്തത്. ബാക്കി ചണ്ടി
അങ്ങനെ അരപ്പ് റെഡിയായേ. നമ്മുടെ അരപ്പെല്ലാം റെഡിയായി. ഇനി ഇതിനകത്ത് ഉപ്പിടണം. ഉപ്പ് ഇപ്പോഴല്ല ഇടുന്നേ, മീൻ തിളയ്ക്കുമ്പോഴാണ് നമ്മൾ ഉപ്പിടുന്നത്. അന്നേരം നമുക്ക് ഇതെല്ലാം കൂടെ നമ്മുടെ ചട്ടിക്കകത്തേക്ക് ഒന്ന് മാറ്റാം. ഇതെല്ലാം കൂടെ നമ്മുടെ മൺചട്ടിക്കകത്തേക്ക് ഒന്ന് മാറ്റാം. അരപ്പെടുത്ത് നമ്മൾ നമ്മുടെ മൺചട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അങ്ങോട്ട് മാറ്റി. ഇനി ഇത് നമ്മള് ഗ്യാസാലല്ല വെക്കുന്നത്, നമുക്ക് അടുപ്പത്ത് വെക്കാം. അങ്ങനെ നമ്മുടെ മീൻകറിയുടെ അരപ്പ് നമുക്ക് അടുപ്പത്ത് വെക്കാം. ഇത് അടുപ്പത്ത് വെച്ചു. ഇത് അടുപ്പ് കത്തുന്നുണ്ട്. പാലായില് റബ്ബറിന്റെ നാടാന്നൊക്കെ എല്ലാരും പറയും കേട്ടോ. പക്ഷെ നമ്മള് പട്ടിക വിറക കത്തിക്കുന്നത്, വർക്ക്ഷോപ്പിൽ നിന്ന് കിട്ടുന്ന പട്ടികയുടെ വിറക നമ്മള് കത്തിക്കുന്നത്. അങ്ങനെ അരപ്പൊക്കെ തിളച്ചു. നമുക്ക് നമ്മുടെ മീന് പെറുക്കിയിട്ട് കൊടുക്കാം. മീൻ കഴുകുമ്പോ ഇച്ചിരി തൈരും കൂടെ ഒഴിക്കണം. മീനിന്റെ ഉളുമ്പ് പോകും കേട്ടോ നന്നായിട്ട്. ഏത് മീനാണല്ലോ ഇച്ചിരി തൈരും കൂടെ ഒഴിച്ച് കഴുകണേ. അങ്ങനെ നമ്മുടെ മീൻകറി ഒന്ന് ചാറിനകത്ത് ചാർത്തി കൊടുക്കാം. ഇത് ഒത്തിരി വെള്ളം വേണ്ട കേട്ടോ, കടക്കായല് പോലെയൊന്നും വെള്ളം വേണ്ട, ആവശ്യത്തിന് വെള്ളം വേണം. അന്നേരം മീൻകറി ഒന്ന് വെന്ത് പറ്റട്ടെ. നമുക്ക് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തേക്കാം. അന്നേരം മീൻകറി ഒന്ന് വെന്ത് നന്നായിട്ടൊന്ന് പറ്റട്ടെ. ലാസ്റ്റ് ഒരു കാര്യം കൂടെ ഉണ്ട്. മീൻകറി കുറുകി പറ്റി വരുന്നുണ്ട്. അന്നേരം നമുക്ക് ലാസ്റ്റ് ഇത് നമുക്ക് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി കേട്ടോ. വീട്ടിലെ ചോറ്, കറി, കപ്പ അങ്ങനെയൊക്കെ കഴിക്കണമെങ്കിൽ ഒഴിച്ചാൽ മതിയേ. ഇത് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഞാൻ ഇച്ചിരി ഒഴിക്കും. തേങ്ങാപ്പാല്, തനി നാടൻ തേങ്ങാപ്പാല്, തേങ്ങ ചിരണ്ടി പിഴിഞ്ഞെടുത്തത്, ഞാനത് ഒഴിച്ചു. ലാസ്റ്റ് ഇനി പറ്റി വാങ്ങി വെക്കും. അയ്യട്ടാ, അത് നല്ല ചെണ്ടക്കപ്പ കിട്ടണം, അല്ല കപ്പ പുഴുക്ക് കിട്ടണം. നിങ്ങൾക്ക് തന്നെ ഇഷ്ടം മീൻകറിയുടെ കൂടെ കഴിക്കാൻ? എനിക്ക് കപ്പ പുഴുക്ക. നിങ്ങൾക്കോ? കമന്റ് ഇടണേ.